ജോർജ് ഗോകുൽ ബിജെപിക്ക് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണ് എന്നതുകൊണ്ട് മാത്രം ഒരു രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊതുമേഖലാ സ്ഥാപനം ഇങ്ങനെ അവർ നേരിട്ട് ഇൻവോൾവ് ആയ ഒരു ദുരന്തത്തിൽ ഇങ്ങനെ കൈകഴുകി പോകാൻ കഴിയുമെന്ന് ബിജെപി കരുതുന്നുണ്ടോ? ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. റെയിൽവേ ഇന്ന് സ്വീകരിച്ച സമീപനം ഏതെങ്കിലും അർത്ഥത്തിൽ ന്യായീകരിക്കാവുന്നതാണോ? ഷാനി, ഒന്നാമത്തെ കാര്യം, ഇപ്പൊ ഷാനി പറഞ്ഞ ആ പത്രസമ്മേളനം ഞാൻ കണ്ടിട്ടില്ല. കാണാത്തത് കൊണ്ട് തന്നെ അതിന്റെ അകത്ത് എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ ദിവസം ബിജെപി സംസ്ഥാന അധ്യക്ഷന്റെ പത്രസമ്മേളനം ഷാനി ഉൾപ്പെടെ കണ്ടിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കോമ്പൻസേഷൻ റെയിൽവേയുടെ ഭാഗത്തുനിന്ന് കിട്ടേണ്ടതുണ്ടെങ്കിൽ അത് വാങ്ങിക്കൊടുക്കുക എന്ന് പറയുന്ന ഉത്തരവാദിത്വം നമുക്കുമുണ്ട്. അതിന് നമുക്ക് ഒഴിഞ്ഞു മാറാനും സാധിക്കില്ല. അപ്പൊ ഈ പറയുന്ന മുഴുവൻ മാലിന്യത്തിന്റെയും ഉത്തരവാദിത്വം എന്ന് പറയുന്ന ഈ 150 മീറ്റർ റെയിൽവേയുടെ ഭൂമിയുടെ അടിയിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് റെയിൽവേക്ക് എങ്ങനെയാണ് ഇതിന്റെ മുഴുവൻ പരിപൂർണമായ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വയ്ക്കാൻ കഴിയുക? അതല്ല ഉദ്ദേശം, ഞാൻ മാറി